ഹലോ ഗൈസ്, അപ്പോൾ തകർക്കാനും തകർക്കെടുക്കാനായിട്ടുള്ള പുതിയ വീഡിയോയിലേക്ക് എല്ലാ മറ്റവർക്കും സാധനം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് നമ്മുടെ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 2 പാർട്ട് 1 വീഡിയോ ആയിട്ട് നമ്മളിന്ന് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഗൈസ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇവിടെ വെച്ചായിരുന്നു അവസാനിപ്പിച്ചത്. അതായത് പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 ഇവിടെ വെച്ചായിരുന്നു അവസാനിപ്പിച്ചിരുന്നത്. ഇവിടെ സെറ്റിങ്സ് ആണ്. ഇവിടെ നമ്മൾ ബ്രൈറ്റ്നസ്സും കാരണം ഫോവൊക്കെ നമ്മൾ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീഡിയോ ഇട്ട് വരാം. അന്നേരം നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ അവസാനിപ്പിച്ചത്. നമ്മുടെ പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 ഇവിടെ വെച്ച് അവസാനിപ്പിച്ചു. നമ്മുടെ പോപ്പി എന്ന് പറയുന്ന ആ ഒരു ഡോളിൻ്റെ കേസ് നമ്മൾ ഓപ്പൺ ചെയ്തു. അവിടെ വെച്ച് ഒരു സീനുണ്ടായിരുന്നു. യു ഓപ്പൺഡ് മൈ കേസ് എന്ന് പറഞ്ഞൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ചാപ്റ്റർ തീരുമായിരുന്നു. അണ്ട് പിന്നെയുള്ള ബാക്കി കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ ഇതുവഴി വന്നപ്പോൾ ഈ വഴി കൊണ്ടാണ് നമ്മൾ വന്നത്. ആ സമയം നമ്മൾ ഇതുവഴി വന്നപ്പോൾ ഒരു ഡോറും കയറലും നമ്മൾ കണ്ടു. ആ ഒരു ഡോറായിരുന്നു ഈ പറയുന്ന ഈ ഒരു ഡോറ്. ഇതല്ല, മറിച്ച് ഈ ഒരു ഡോറായിരുന്നു നമ്മൾ കണ്ടത്. ഈ ഡോറും കയറലും തുറന്നിട്ടുണ്ട്. തിണ്ണൻ ഡോറ്. പക്ഷേ അങ്ങോട്ട് പോകാൻ എനിക്ക് മടിയാണ്. കാരണം എത്രമാത്രം ഹൊറർ ഫീൽസ് ഉണ്ടെന്നറിയാം, അതായത് ഹൊറർ സീൻസ് ഉണ്ടെന്നറിയാം. അപ്പോൾ നമുക്ക് നൈസിന് കയറി പോകാം. അപ്പോൾ തുടക്കം തന്നെ ഇതുവഴി വരുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഇവിടെ ഒരു നമ്മുടെ ഹഗ്ഗി വുഗിനെ കാണിക്കുന്നുണ്ട്. പിന്നെ എന്തോ ഒരു ഡോളിനെ കാണിക്കുന്നുണ്ട്, വേറെന്തോ ഒരു ഇതുപോലത്തെ. അപ്പോൾ ഗൈസ്, ഇനിയാണ് ഹൊറർ തുടങ്ങുന്നത്. ഇനിയാണ് വീഡിയോ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ ഈ പറയുന്നത് നമ്മൾ തുറന്നേക്കുന്ന നമ്മുടെ ഈ ഓപ്പൺ കേസ് നമ്മുടെ പോപ്പി മെയിൻ ക്യാരക്ടർ ഡോൾ ഉണ്ടായിരുന്നു. ആ ഡോളിനെ നമ്മൾ പരിചയപ്പെട്ടിട്ടില്ല ഇതുവരെയായിട്ടും. ആ ഡോൾ എവിടെ പോയെന്ന് പോലും അറിയില്ല. അവിടെ വെച്ച് കേസ് തുറന്നതിന് ശേഷം എങ്ങോട്ടോ പോയി, നമുക്കറിയില്ല. നമ്മൾ അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ ഡോർ ലോക്കാണ്. അപ്പോൾ ഇതുവഴി എങ്ങനെ പോകും? അവർക്ക് ചാടിക്കടന്ന് പോകണം. ഇതുവഴി എങ്ങനെ പോകാനാണ്? ഞെക്കി പിടിക്കണം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഏതാ കേസ്? അപ്പോൾ ഇനി കുറേ ഇതുവഴി ഇങ്ങനത്തെ കുറേ കാണുമായിരിക്കും. അപ്പോൾ ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്തോ ഒരു ചിരിക്കുന്ന ഇതുകൊണ്ട്. അപ്പോൾ ഇവിടെ കുറേ ക്യാനും കാരലൊക്കെ ഉണ്ട്. ഓയിൽ ബാരൽ പോലത്തെ സാധനമൊക്കെ ഉണ്ട്. ആകെ എടുത്ത് മാറ്റാം. എന്നിട്ട് നമുക്ക് ഈ നൈസിന് തുറന്ന് വിടാം. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് അകത്തോട്ട് കയറാം. അപ്പോൾ ഇതും കൂടി അങ്ങോട്ട് മാറ്റിയതിന് ശേഷം അല്ലാണ്ട് ഇങ്ങനെ കയറാം. ഓക്കെ, നമുക്ക് നൈസിന് കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ എന്താണ് ഭയങ്കര ഓക്കെ, ഇവിടെ ചുവപ്പ് പച്ച മഞ്ഞ എന്നുള്ളൊരു ഇത് എടുത്തിട്ടുണ്ട്. മിക്കവാറും വല്ലതും ക്ലൂ വല്ലതും ആയിരിക്കും ഗൈസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു താക്കോൽ ഇട്ടിട്ടുണ്ട്, ഒരു ഫ്ലവറിൻ്റെ താക്കോൽ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു താക്കോലും കൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഇവിടെ നമ്മൾ ചുമപ്പൊരു ഡോറില്ലായിരുന്നു, നടുക്കൊരു ഡോറുണ്ട്, ഒരു റൂമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകാം ഗൈസ്. പിന്നെ ഈ ഒരു സ്ഥലത്ത് ഇവിടെ ചോരയും കാറിലൊക്കെ കിടപ്പുണ്ട് ഗൈസ്. ഇതെന്താ സ്റ്റോറിയൊക്കെ എനിക്ക് ഇതായിട്ടും അറിഞ്ഞിട്ടില്ല. എന്തായാലും നമുക്ക് വഴിയെ നമുക്ക് ഗെയിം കളിച്ച് നമുക്ക് പോവാം. ഓക്കെ, നൈസ്. നമുക്ക് പേടിച്ച് പോവാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു ദിവസം മുമ്പത്തെ കൂട്ടി കറങ്ങാം. ഓക്കെ, നല്ല രസമുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ റൂമും കാറിലും. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ TV ഉണ്ട്. പിന്നെ ഇവിടെ ഹഗ്ഗി വുഗിയുടെ ഡ്രോയിങ് ഉണ്ട്. പിന്നെ നല്ല റൂമാണ്. എനിക്ക് തോന്നുന്നു മറ്റേ എംപ്ലോയീസിൻ്റെയൊക്കെ സൂപ്പർ നല്ല കിണ്ണം മറ്റേ ഇതൊക്കെ ഇല്ല, കുറച്ച് എംപ്ലോയീസിൻ്റെയൊക്കെ വർക്കേഴ്സിൻ്റെ ചിലപ്പം നല്ല റൂമൊക്കെയാണ്. കൊള്ളാം. VIP വല്ലതും ആണോ കേസ്? അപ്പോൾ ഞാൻ പറഞ്ഞില്ല കേസ്, കഴിഞ്ഞ ചാപ്റ്ററിൽ ഞാൻ പറഞ്ഞിരുന്നു കിസി മിസിയും ഹഗ്ഗി വുഗിയും വല്ലതും ലവറും വല്ലതും ആണോ. പക്ഷെ അല്ല, അവർ ബ്രദേഴ്സാണെന്ന് തോന്നുന്നു. ബ്രദേഴ്സും സിസ്റ്ററും ആണെന്ന് തോന്നുന്നു. സിബ്ലിങ്സ് പോലത്തെ വല്ലതും ആയിരിക്കാം. പിന്നെ ഇവിടെ പോപ്പി കൊടുത്തിട്ടുണ്ട്. താങ്ക് ഫോർ യു ലോഡിങ് എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. താങ്ക് യു ഫോർ ലോഡിങ് അങ്ങനെ എന്തൊക്കെ കാണിച്ചിട്ടുണ്ട്, നമുക്കൊന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെ ഒരു കാസറ്റും കാറിലുണ്ട്. നമുക്ക് ഈ ഒരു ടേബിളിൽ ഇരിക്കുന്ന കാസറ്റും കാറിലും എടുത്തിട്ട് നമുക്ക് നേരെ നമ്മുടെ ഈ ഒരു TVക്കകത്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു DVDക്കകത്ത് ഇട്ടിട്ട് നമുക്ക് TVക്കകത്ത് കാണാം എന്താണ് ഉണ്ടാകുന്നത്. ഓക്കെ ഗൈസ്, അവിടെ എന്തൊക്കെയോ ഇതൊക്കെ ആവുന്നുണ്ട്. ഇത് ആദ്യം പോപ്പി പ്ലേ ടൈം ഫാക്ടറി കാണിക്കുവാണ്. ഫാക്ടറിനെ കാണിച്ചതിന് ശേഷം എനിക്ക് തോന്നുന്നു ഇത് ഫുള്ള് വീഡിയോ ആയിട്ടാണ്. നിങ്ങളെന്തായാലും വീഡിയോ കണ്ടു നോക്കുക. His sights were always set on bringing amazing toys to amazing children around the globe. Ludwig spent countless hours in the factory, working overtime relentlessly in an attempt to continuously innovate and surprise. In the 1960s, an unfortunate family death had pushed Ludwig down to his lowest. But with so much ambition, he rose back up and continued to fulfill his vision for the Playtime Co. toy factory. Ludwig could never be content leaving a project unfinished. But just how did one man come to create such an astounding empire? How did he manage to stay determined even after suffering such a tragic loss?
It all began in the fateful year of 19... അങ്ങനെ എന്തോ പറഞ്ഞതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തൊരു ഒരാളുണ്ടായിരുന്നു. പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല. പുള്ളിക്കാരനാണ് ഈ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇതൊരു ഫാക്ടറിയാണ്. ആ ഒരു ഫാക്ടറി പുള്ളിയാണ് കമ്പനി തുടങ്ങിയത്, ആളാണ് തുടങ്ങിയത്. പിന്നെ ആദ്യമൊന്നും ആരും ഇല്ലായിരുന്നെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് കയറി പോവാം. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആരെയും കാണുന്നില്ല. ഓക്കെ, എന്തായാലും നമുക്ക് ഇങ്ങോട്ട് കുറച്ച് പോരാം. അയ്യോ, ഇത് ആരത്? ഓ ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ പോപ്പിനെ കണ്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ഈ ഒരു പോപ്പി പ്ലേറ്റനത്തെ മെയിൻ ക്യാരക്ടറാണ്. മെയിൻ ക്യാരക്ടർ മീൻസ് വില്ലനായിട്ടല്ല, മറിച്ച് ഹീറോ ആയിട്ട്, അല്ലെങ്കിൽ എന്താ പറയുക, സേവിങ് ആണ്. പുള്ളിക്കാരൻ നമ്മളെ സേഫ് ആക്കാൻ വേണ്ടി വന്നത്. ഈ പുള്ളിക്കാരി പേടിക്കൊന്നും വേണ്ട, വില്ലനോ മറ്റോ ഒന്നുമല്ല. ഇത് നമ്മളെ ഫ്രണ്ട്ലിയാണ്, നമ്മളെ ഫ്രണ്ട്ലി ആയിട്ട് കാണിക്കും. ഇനി കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. നമ്മൾ രണ്ടുപേരും മാത്രമായിരിക്കും, കാരണം പോപ്പിയും ഞാനും മാത്രം ഉണ്ടായിരിക്കത്തുള്ളൂ. എന്നാലും നമുക്ക് ഇവിടെ ഒരു പവർ ഇതുകൊണ്ട് ഇവിടെ ചെയ്തിട്ട് സേവ് ചെയ്യാം. ഓക്കെ, അത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിക്കാരി എന്തൊക്കെയോ പറയുന്നുണ്ട്. എനിക്ക് രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾ എൻ്റെ കൂടെ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും എന്തോ ഒരു റെയിൽവേ സ്റ്റേഷനോ എന്തോ ട്രെയിൻ ഗെയിം സ്റ്റേഷൻ്റെ അടുത്തെങ്ങാണ്ട് ട്രെയിൻ എങ്ങാണ്ട് ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ എങ്ങാണ്ട് വെച്ച് എസ്കേപ്പ് ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതുവഴി കയറി പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്ക് ഇതുവഴി കയറിയിട്ട് തിരിച്ച് നമുക്ക് എങ്ങനെ പോയേക്കാം. പക്ഷെ എന്തിനാണ് പവർ കൊടുത്തതെന്ന് പിടുത്തമില്ലല്ലോ. നമുക്ക് എന്തായാലും നോക്കാം കേസ്, എന്തിനാണ് പവർ കൊടുത്തതെന്ന്. ഓക്കെ, ദേ ഇരിക്കുന്നു പോപ്പി. ഓക്കെ, ഇവിടെ നമ്മൾ വട്ടം കറപ്പിക്കുകയാണ്. എന്നാൽ പിന്നെ നേരത്തെ വാടി നിനക്ക്. പക്ഷെ എന്തോ ഒരു ഇതുണ്ട് കേസ്, നമ്മൾ ആ പവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ഇങ്ങോട്ടേക്ക് നമുക്ക് ചാടാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇത് ഈ ഒരു റൈറ്റ് വശത്ത് ഇതിന് വേണ്ടി ഈ ഒരു പവറിന് വേണ്ടിയായിരുന്നു കേട്ടോ കേസ്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു ഇത് മിക്കവാറും എന്തോ പറ്റിക്കായിരുന്നു, അതുകൊണ്ടായിരിക്കാം ഇത് വർക്കായിരുന്നില്ലായിരിക്കാം. അതുകൊണ്ടായിരിക്കും നമ്മൾ വീണ്ടും ഇത് വർക്കാക്കാൻ വേണ്ടിയിട്ടായി നമ്മൾ അങ്ങോട്ട് പോയത്. പിന്നെ നമ്മൾ കുറച്ച് ചാപ്റ്റർ 1 നമ്മൾ സൗണ്ടൊക്കെ കുറച്ചായിരുന്നു കളിച്ചിരുന്നത്, കാരണം സൗണ്ട് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, കാരണം നമ്മളെ വോയിസ് കൂടുതൽ കേൾക്കാൻ വേണ്ടി. അപ്പോൾ അത് വിട്ടേക്ക് നമുക്ക് എന്തായാലും നേരെ വീട്ടിലോട്ട് പോകും. വീഡിയോ കാണുന്നതെല്ലാം വെച്ചാലും ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ ഷെയർ അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും ഇടുന്ന വീഡിയോസ് എല്ലാം കിണ്ണം വീഡിയോസ് ആയിരിക്കും നിങ്ങൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങൾ ബോറടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ പോകാം. അപ്പോൾ എന്നാൽ ഗൈസ്, അപ്പോൾ ഇതുവഴി നമ്മുടെ പോപ്പി അങ്ങനെ പോയിട്ടുണ്ട്, നമ്മുടെ മെയിൻ ക്യാരക്ടർ ഡോൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇതുവഴി പോകുമ്പോൾ അവിടെ കയറുണ്ട്. നമുക്ക് എന്തായാലും എനിക്കൊന്ന് ഇങ്ങോട്ടായിരിക്കും പോകേണ്ടത്. നമുക്ക് ഇതുവഴി നിൽക്കാം. ഓക്കെ, അതുവഴിയും പോകണ്ട. ഓക്കെ, ഇതുവഴിയാണ് നമുക്ക് പോകേണ്ടത്. എന്തായാലും നമുക്ക് ഇത് നീക്കാം. നീക്ക് പോരട്ടെ, അങ്ങനെ പോരട്ടെ. ഓക്കെ, വരുന്നുമില്ല മണ്ട്. വാ അത്രേ ഉള്ളൂ. സെറ്റ് സാധനം ഗൈസ്. ദേണ്ട ഒരു പാവ. ദേ ഇരിക്കുന്നു ഡോള്. എൻ്റെ മോളെ എന്നെ സുഖമല്ലേ? ഗൈസ്, ഡോളിനെ പിടിച്ചോണ്ട് പോയി. എന്തോ ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തോ മോമി ലോൺ ലെഗ്സ്. ഗൈസ്, ഈ ക്യാരക്ടറിൻ്റെ പേര് മോമി ലോൺ ലെഗ്സ് എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേരെന്ന് എനിക്ക് തോന്നുന്നു. ശരിക്കും എന്തോ പേരെന്ന് അറിയത്തില്ല. എന്തായാലും എൻ്റെ മനസ്സിൽ വരുന്നത് അല്ലെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ വിളിച്ചിട്ടുള്ള മോമി ലോങ് ലെഗ്സ് എന്നാണ് ഈ ഒരു ക്യാരക്ടറിൻ്റെ പേര്. അപ്പോൾ ഹഗ്ഗി വുഗ്ഗിയുടെ ചാപ്റ്ററിൽ ഹഗ്ഗി വുഗ്ഗിനെ നമ്മൾ ഒരു പെട്ടി പോലത്തെ എന്തോ ബോക്സ് പോലത്തെ സാധനം വെച്ചിട്ട് ഒരു സ്റ്റെയർ പോലത്തെ സാധനം പൊളിഞ്ഞ് വീണ് കമ്പി ചെന്ന് ഇടിച്ച് വീഴുമായിരുന്നു ചെയ്തത്. അങ്ങനെയായിരുന്നു ഹഗ്ഗി വുഗ്ഗിയുടെ മരണം. ഇപ്രാവശ്യം ചാപ്റ്റർ 2 നമ്മുടെ മോമി ലോങ് ലെഗിൻ്റെ ഡെത്ത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഇവിടെ ഒരു പവർ സ്റ്റേഷൻ, അതുപോലെ തന്നെ പവർ ഇതുണ്ട്. പക്ഷേ ഇവിടെ എന്തും നടക്കുന്നില്ല. പക്ഷേ ഇതെങ്ങനെ സെറ്റാക്കുന്നത് എനിക്കൊരു പിടുത്തവും ഇല്ല. എന്തായാലും നമുക്കൊന്നുകൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ചുമപ്പുകൊണ്ട് ചെയ്യാം. ഇല്ല, അതും പറ്റില്ല. അപ്പോൾ എന്തായാലും കുറേ ചിന്തിക്കാനുണ്ട് ഗൈസ്. ഈ ചുമപ്പ് കൈ എടുത്ത് ഈ നീല കളറിനെ ഇങ്ങോട്ട് കൊണ്ടുവരണം. എന്നിട്ട് അതങ്ങനെ വെക്കാൻ പറ്റത്തില്ല. ഇങ്ങനെ കൊണ്ടുവന്ന് വേണ്ട, ഈ നീലക്കൈ ഇവിടെ നീല കൊണ്ടുവന്ന് ഈ നീല ഇവിടോട്ട് കൊണ്ടുവന്ന് ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇല്ല, മൂഞ്ചി അവിടെ മൂഞ്ചി. അപ്പോൾ വീണ്ടും ഒരു 5 ഇവിടും നമുക്ക് കയ്യിലെടുത്തിട്ട് ഓക്കെ സെറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു പ്രശ്നം വന്നില്ല. വീണ്ടും മൂഞ്ചിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കൈ വെക്കാം. അതൊന്നും വെച്ച് പറ്റില്ല. നമ്മൾ ഈ നൈസിന് നമ്മുടെ ഈ ഒരു ഇത് കൊണ്ടുവരണം. അല്ല, അതുകൊണ്ടും പറ്റത്തില്ല. ഇതെന്താ നടക്കുന്നില്ലല്ലോ. ബുദ്ധിപൂർവ്വം ചെയ്യേണ്ട ഒരു നീക്കങ്ങളാണിത്. എന്തായാലും ചെയ്തിരിക്കും, അത് ഉറപ്പാണ്.
അപ്പോൾ നമ്മൾ ഇതുവഴി കൊണ്ടുവരണം. അതായത് ഇതുവഴി വേണം. മുഞ്ചിക്കൊണ്ടിരിക്കുകയാണ് കോപ്പ്. സെറ്റായി. അവിടെ നടക്കുന്നില്ലല്ലോ ഗൈസ്. അവിടെ എന്താ പറ്റാത്ത ഇത്? ഓക്കെ അല്ലല്ല മണ്ട് ഗൈസ് മുഞ്ചിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നുകൂടി നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ വഴിക്ക കിട്ടി. അത് കിട്ടൂല. അതിൻ്റെ ഇടയ്ക്കൂടി സാധനം വന്നു കേട്ടാ. ലെറ്റ്സ് ഗോ. മണ്ട് ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് പറയണം ഗൈസ്. ഓക്കെ, എന്തായാലും സീനില്ല. നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ ചെയ്യുന്നപ്പോൾ നമ്മളെന്തായാലും ചെയ്ത് ചെയ്യുക, അത് ഉറപ്പാണ്. ഓക്കെ, നീലക്കൈ കൊണ്ട് പറഞ്ഞു ഇല്ല. ചുവപ്പ് കൈ കൊണ്ടാണോ ഗൈസ്? മുമ്പ് നമ്മൾ ചുവപ്പ് കൈ കൊണ്ട് വന്നപ്പോൾ ഏകദേശം സെറ്റായതാണ്. പക്ഷെ അന്നേരം എന്തോ കൈ കൊണ്ട് എന്തോ അബദ്ധം പറ്റിയതാണ്. ഓക്കെ, വീണ്ടും ഇങ്ങനെ കൊണ്ടുവരണം. നൈസിന് ഇങ്ങനെ മണ്ട് കൈ നടക്കുന്നില്ലല്ലോ. അപ്പോൾ ലാസ്റ്റ് ചുവപ്പ് കൈ കൊണ്ടുവരണം. അങ്ങനെ സെറ്റാക്കത്തിൽ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ അതായത് നമുക്ക് ഇവിടെ എന്തെങ്കിലും ക്ലൂ വല്ലതും ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ഒന്നും ഇല്ല, ക്ലൂ ആയിട്ടൊരു എന്തോ ഇല്ല. പക്ഷേ എന്തെങ്കിലും കാണും കേസ്. അല്ലെങ്കിൽ പിന്നെ എന്തോ ഇതിൻ്റെ അകത്ത് വല്ലതും ഉണ്ടോ? ഇല്ല, അതിൻ്റെ അകത്തോട്ട് കയറാൻ കുഞ്ഞി പോകാൻ പറ്റില്ല. ഇവിടെ പവറിൻ്റെ ഇതുണ്ട്, പവർ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ എന്തായാലും ഒന്നുകൂടി നമുക്ക് നോക്കാം. ഈ നീല ഹാൻഡ് കൊണ്ട് ഇങ്ങനെ വെക്കണം. അത് നമ്മൾ നൈസിൽ ഇതുവഴി ഇങ്ങനെ കൊണ്ടുപോകണം. ഓക്കെ, എന്നിട്ട് ഇതുവഴി ഇങ്ങനെ വളച്ച് കൊണ്ടുവന്ന് ഇതുവഴി കറക്കി തിരിച്ച് കൊണ്ടുവന്നിട്ട് ഓക്കെ ഇതുവഴി ഇങ്ങനെ വരണം. എന്നിട്ട് ഇതുവഴി വന്ന് നേരെ പോയി ഞെക്കണം. അങ്ങനെയാണെന്ന് തോന്നുന്നു. ലെറ്റ്സ് ഗോ. അങ്ങനെ ഒടുവിൽ അവസാനം ഫൈനലി വി ഗോട്ട് ഇറ്റ്. അങ്ങനെ അവസാനം നമുക്കത് കിട്ടിയിട്ടുണ്ട്. നമുക്കത് സെറ്റായി ഗെയിം സ്റ്റേഷനിലേക്ക് നമ്മൾ പാഞ്ഞ് ഒതുക്കുകയാണ്. അപ്പോൾ ഗെയിം സ്റ്റേഷൻ്റെ മണ്ടയായിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ട്രെയിൻ സ്റ്റേഷനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ ചുമപ്പ് കൈയൊക്കെ എന്നിട്ട് നമുക്ക് ഗെയിം സ്റ്റേഷനിലോട്ട് ഗൈസ് ഇലാസ്റ്റിക് പ്ലാസ്റ്റിക് എന്ന് പറയുന്ന മോമി ലോങ് ലെഗ് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ മോമി ലോങ് ലെഗ്സ്, അല്ലെ മമ്മി ലോങ് ലെഗ്സ് എന്നൊക്കെ പറയാം. ഇതാണ്. അപ്പോൾ നമ്മുടെ പോപ്പിനെ കൈ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. രണ്ട് കുപ്പിപ്പാലൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നു. എന്തോ വായിക്കത്തൊന്നൊക്കെ സാധനം വെച്ചിട്ട് അടയ്ക്കുക മിണ്ടാതിരിക്കാൻ വേണ്ടി അതൊക്കെ വിളി ഗൈസ്. അപ്പം നമ്മളെയാണ് ഇവർക്ക് ആവശ്യം. കാരണം അതായത് നമ്മൾ ചാപ്റ്റർ 1 നമ്മൾ ഹഗ്യുവിനെ കൊന്നു. രണ്ടാമത് ഇനിയും ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മോമി ലോങ് ലെഗ്സിനെ നമ്മൾ കൊല്ലണം. നമ്മുടെ അടുത്ത മിഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഇവളെ കൊല്ലണമെന്നാണ് നമ്മുടെ അടുത്തൊരു ചലഞ്ച് അല്ലെങ്കിൽ അടുത്തൊരു മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെന്തായാലും പോപ്പി പ്ലേ ടൈം ചാപ്റ്റർ 1 കംപ്ലീറ്റ് ചെയ്ത് ചാപ്റ്റർ 2 വില്ലെത്തിയെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക ഹൊറർ ഗെയിമാണ്. അതുപോലെ തന്നെ എന്താ പറയുക ഒരു പേടിപ്പെടുത്തുന്നതാണ്. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മുടെ കൂടെ കുറച്ച് ഫണ്ണ് കളിക്കാനുണ്ടെന്നാണ് പറയുന്നത്. നിന്നെ ഒന്ന് ചുറ്റിക്കറപ്പി നമുക്ക് ഫൺ ഗെയിമിലെ കളിക്കാം, നമുക്ക് ഒരുമിച്ച് കൂടി കളിക്കാം, എന്തായാലും നീ അക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് വാടാന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ട് പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്തായാലും ഇവിടെ കൊല്ലും ഗൈസ്. എന്തായാലും എനിക്ക് ദേഷ്യമുണ്ട്. എന്തായാലും ഇവിടെ കൊന്നിരിക്കും. എന്തായാലും നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ ഗൈസ് നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. കാരണം നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുക. കാരണം ലോങ് ആയിട്ട് വീഡിയോ എടുക്കാൻ എനിക്ക് താല്പര്യപ്പെടുന്നില്ല. കാരണം കൂടുതൽ നേരം എനിക്ക് സമയം ചിലവഴിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ കയറിലെത്തുള്ളൂ ഗൈസ്. എല്ലാ മറ്റാർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ഗെയിം സ്റ്റേഷനും അതുപോലെ തന്നെ ട്രെയിൻ സ്റ്റേഷനും. നമ്മളങ്ങനെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ബാക്കി എൻഡിങ് പാർട്ട് വരത്തില്ല. കാരണം ഇവിടെ 3-4 അങ്ങാണ്ട് ഗെയിംസൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അടുത്തൊരു പാർട്ടായിട്ട് വരുന്നവരെ ബൈ ബൈ ഗൈസ്. ലവ് യു ഓൾ.